ഡിസ്റ്റൻസ് ഫോർമുല. നമ്മൾ ഇതുവരെ പഠിച്ച എന്തായിരുന്നു? ഇതുവരെ പഠിച്ച് നമ്മൾ കോർഡിനേറ്റ് എന്താണെന്നും കോർഡിനേറ്റ് എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്നും അതിന്റെ റിഫ്ലക്ഷൻ ഒക്കെ വരുമ്പോൾ എന്ത് വരുമെന്നും പാരലൽ ലൈൻസ് ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നും അതിന്റെ കോർഡിനേറ്റ് എങ്ങനെയൊക്കെ ചേഞ്ച് ആവുന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പ്യൂർലി ഇതിന്റെ കുറച്ച് ഇക്വേഷൻസിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ഒരു രണ്ട് കോർഡിനേറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? രണ്ട് കോർഡിനേറ്റിനെ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് വെച്ചിട്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ പോയിന്റിന്റെ കോർഡിനേറ്റ് എന്ത് വരും? അടുത്തത് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് മീഡിയനും കണക്ട് ആവുന്ന ഒരു ലൈൻ ഉണ്ട്, സെൻട്രോയിഡ് എന്ന് പറയുന്നത്. ആ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് എന്താണ്? പിന്നെ അതേപോലെ ഒരു ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? ഒരു ലൈനിന്റെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? രണ്ട് ലൈൻ പാരലൽ ആയി കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പിന്റെ റിലേഷൻ എന്താണ്? രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആയി കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പിന്റെ റിലേഷൻ എന്താണ്? എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കിയോ, ഞാനൊരു കോർഡിനേറ്റ് ഇതെടുത്തു, ഒരു കോർഡിനേറ്റ് ഇതെടുത്തു. ഇതിനെ x1 y1 എന്ന് വിളിച്ചു, ഇതിനെ x2 y2 എന്ന് വിളിച്ചു. ഈ രണ്ട് പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് കണ്ടുപിടിക്കണം വിത്തൗട്ട് അളക്കൽ എന്ന് പറഞ്ഞാൽ അളക്കാതെ. ഓക്കെ, അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിക്കാം. ഡിസ്റ്റൻസ് ഫോർമുലയ്ക്ക് നമുക്ക് എ എന്നും ഇതിനെ ബി എന്നും വിളിക്കാം. എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ എടുത്താൽ മതി. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? രണ്ട് കോർഡിനേറ്റിന്റെ രണ്ട് പോയിന്റിന്റെ കോർഡിനേറ്റ്സിനെ എഴുതുക. എന്നിട്ട് x2 മൈനസ് x1 ഒരെണ്ണത്തിന് x1 y1 കൊടുക്കുക, ഒരെണ്ണത്തിന് x2 y2 കൊടുക്കുക. എന്നിട്ട് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ. ചില സ്കൂളിൽ x1 മൈനസ് x2 ഹോൾ സ്ക്വയർ y1 മൈനസ് y2 ഹോൾ സ്ക്വയർ എന്ന് പഠിപ്പിക്കുന്നത്. രണ്ട് സെയിമാണ്. കാരണം എന്താ? സ്ക്വയർ എടുക്കുമ്പോൾ നെഗറ്റീവ് വന്നാലും അതൊന്ന് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ x1 മൈനസ് x2 ചെയ്താലും x2 മൈനസ് x1 ചെയ്താലും y1 മൈനസ് y2 ചെയ്താലും y2 മൈനസ് y1 ചെയ്താലും ഒരുപോലെയുള്ളൂ, ഒരു പ്രശ്നമില്ല. ഡോൺ വറി. അടുത്തത് രണ്ടാമത്തത് സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുല ഓക്കെ ആണോ? സെക്ഷൻ ഫോർമുല. സെക്ഷൻ ഫോർമുലയ്ക്കകത്ത് ഒരു കാര്യം പറയുന്നത് എന്താ അറിയോ? നമ്മൾ ഇപ്പോൾ ഒരു ലൈൻ, ഈ ലൈനിന്റെ ഈ പോയിന്റിനെ എ എന്നും ഈ പോയിന്റിനെ നമ്മൾ ബി എന്നും വിളിച്ചു. ഓക്കെ, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് x1 y1 എന്ന് എടുത്തു, ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് x2 y2. എന്നാൽ ഏതോ ഒരു പോയിന്റ് വെച്ചിട്ട് ഇതിനെ രണ്ട് സെക്ഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ ഈ ലൈനിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, ഇതിന്റെ റേഷ്യോ m1 ആയിട്ട്. നിങ്ങൾ m1 m2 ആണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ എമ്മും എന്നും ആയിട്ടാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഇവിടെ എം, അതേപോലെ ഈ റേഷ്യോനെ n എന്ന് വിളിച്ചു. ഓക്കെ ആണല്ലോ? അപ്പം ഓക്കെ, അപ്പം എനിക്ക് ഈ പോയിന്റിൽ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റ് പി, ഇതിന്റെ കോർഡിനേറ്റ് എക്സും വൈയും ആണ് നമ്മൾ. എനിക്ക് കണ്ടുപിടിക്കുന്നത് എന്താണെന്നല്ലോ, സെക്ഷൻ ഫോർമുല വെച്ച് കണ്ടുപിടിക്കുന്നത് ഈ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ കട്ട് ചെയ്തിരിക്കുന്ന പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ? എം x2 പ്ലസ് എൻ x1 ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ എന്നും, y കോർഡിനേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എം y2 പ്ലസ് എൻ y1 ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ എന്നാണ്. തെറ്റിപ്പോലെ തിരിച്ചു മറിച്ചും പോലും കൺഫ്യൂഷൻ. കാരണം എം വന്നിട്ട് അതിന്റെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എമ്മുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് x2 ആണ്, എന്നുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് x1 ആണ്, ഡിവൈഡഡ് ബൈ എം പ്ലസ് എം x2 പ്ലസ് എൻ x1 ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ. അതേപോലെ തന്നെ എമ്മുമായിട്ട് y കണ്ടുപിടിക്കുമ്പോൾ y2 ആണ് ഇൻറ്റു ചെയ്യുന്നത്, എന്നുമായിട്ട് y1 ആണ്. അപ്പം എം y2 പ്ലസ് എൻ y1 ഡിവൈഡ് ബൈ എം. അപ്പൊ നമുക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും. ഇതിൽ നിന്ന് എന്ത് വേണം കണ്ടുപിടിക്കാം? ചിലപ്പം എക്സും വൈയും തരും, എമ്മോ എന്നും കണ്ടുപിടിക്കാൻ പറഞ്ഞു തരും. അപ്പൊ എന്ത് ചെയ്താൽ മതി? എക്സിനും വൈക്കും വാല്യൂ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇത് എക്സോണും വൈയോണും എല്ലാം തരും, എന്നിട്ട് എമ്മോ എന്നും കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ അങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ ചോദിക്കാം. മനസ്സിലായോ? അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അതിന്റെ രീതിയിൽ എഴുതിക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ? ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം. പെട്ടെന്ന് ആയിക്കോട്ടെ. ഓക്കെ, അടുത്തത് മിഡ് പോയിന്റ് ഫോർമുല. മിഡ് പോയിന്റ് ഫോർമുല. അടുത്തത്
മിഡ് പോയിന്റ് ഫോർമുലയ്ക്കകത്ത് നോക്കിയേ, ഇവിടെ ഒരു ലൈന്, ഇവിടെ ഒരു പോയിന്റ് എ, ഇവിടെ ഒരു പോയിന്റ് ബി. ഇതിന്റെ കോർഡിനേറ്റ് x1 y1, ഇതിന്റെ കോർഡിനേറ്റ് x2 y2. കൃത്യം മിഡിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങനെ കട്ട് ചെയ്തു. മറ്റേതെന്ന് പറയുമ്പോൾ അങ്ങനെ മിഡിലല്ലായിരുന്നു, ഏതോ ഒരു റേഷ്യോയിൽ. അപ്പൊ അത് എന്താ വരിക, അപ്പൊ അത് ഇത് എന്താന്ന് വരും, ഇത് പി എന്ന് വരും, ഇതിന്റെ എക്സ് വൈ. ഈ മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി, എക്സ് ഈക്വൽ ടു x1 പ്ലസ് x2 ഡിവൈഡഡ് ബൈ 2 എന്നും y ഈക്വൽ ടു y1 പ്ലസ് y2, ഇത് x1 y1 ഇത് x2 y2 ആണ്, y1 പ്ലസ് y2 ഡിവൈഡഡ് ബൈ 2 ചെയ്താണ്. ക്ലിയർ ആണോ? ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. അടുത്ത ഹെഡിങ് സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ. സെൻട്രോയിഡ് ഓഫ് എ ട്രയാങ്കിൾ എന്ന് പറയാൻ എന്താ നോക്കിക്കോളൂ. ഇവിടെ നിന്ന് ഒരു ലൈൻ ലൈൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നു. നോക്കി മീഡിയൻ, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ, മീഡിയൻ എന്ന് പറഞ്ഞാൽ എന്താ, വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ലൈനെയാണ് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ഇതിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ലൈൻ ഇത്, ഇത് ഇവിടെ നിന്ന് ഇതിന്റെ സെന്ററിലോട്ട് വരയ്ക്കുന്ന ലൈൻ ഇത്. കണ്ടോ, ഇത് മൂന്നും ജോയിൻ ചെയ്തത് ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് ആണ് നമ്മുടെ സെൻട്രോയിഡ്. ഇതിനെയാണ് നമ്മൾ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, ഈ പോയിന്റിന് x1 y1 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈ പോയിന്റിന് x2 y2 എന്ന് പറയുന്ന കോർഡിനേറ്റ് ഉണ്ട്. ഈ പോയിന്റിന് x3 y3 എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സെൻട്രോയിഡിന്റെ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ പി നമ്മൾ എന്തായിട്ട് എടുത്തു, എക്സ് വൈ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ആ എക്സും വൈയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്നറിയോ, ആ എക്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ x1 പ്ലസ് x2 പ്ലസ് x3 ഡിവൈഡഡ് ബൈ 3, y കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ y1 പ്ലസ് y2 പ്ലസ് y3 ഡിവൈഡഡ്. ഓക്കെ, ടോപ്പിക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് നിർത്താം. നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്യാം. 2 ക്വസ്റ്റ്യനോടെ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒരു സെഷനോടെ പഠിപ്പിക്കാനുണ്ട്. പഠിക്കാനറിയോ, ഇക്വേഷൻ ഓഫ് ലൈൻ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം, സ്ലോപ്പ്, 2 ലൈനിന്റെ സ്ലോപ്പ് തമ്മിലുള്ള റിലേഷൻ, പിന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കുന്ന കൺസെപ്റ്റ്, ഇതൊക്കെ പഠിക്കാനുണ്ട്. കുറച്ച് കൂടുതലുണ്ട്, അപ്പൊ ഇന്ന് തീരത്തില്ല. പിന്നെ ഇന്ന് അത് പഠിക്കുന്നുണ്ട്. പകരം 2 ക്വസ്റ്റ്യൻ തരാം. If A minus 4 3 and B 8 minus 6, find length AB. ഒന്നാമത്തെ ചോദ്യം.
എങ്ങനെയാ? നമുക്കറിയാം ഡിസ്റ്റൻസ് എ ബി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ഇതിനെ x1 ഉം y1 ഉം ആയിട്ട് എടുക്കുക, ഇതിനെ x2 ഉം y2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ ബി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, നമുക്ക് x2 മൈനസ് x1 എന്ന് പറഞ്ഞാൽ എത്ര? x2 ഇവിടെ 8, പിന്നെ നടുക്കൊരു മൈനസ് ഉണ്ട്. x1 ഇവിടെ എത്ര? -4 ആണ്. അത് റെപ്രസെന്റ് ചെയ്യണം. അതായത് 8 മൈനസ് 4 എഴുതി വെക്കരുത്. 8 മൈനസ് -4, x2 മൈനസ് x1. x1 ഇവിടെ -4 ആയതുകൊണ്ട് അവിടെ എഴുതണം. സ്ക്വയർ പ്ലസ് y2 എന്ന് പറയുമ്പോൾ എത്ര? -6. മൈനസ് എന്താണ്? 3 ആണ്. ശരിയല്ലേ? 3 എന്ന് പറയുമ്പോൾ +3 തന്നെയാകുമ്പോൾ നമുക്ക് x2 y2 -1 ഇങ്ങനെ തന്നെ എഴുതാം. സ്ക്വയർ ഒന്ന് നോക്കിയോ, എ ബി ഈസ് ഈക്വൽ ടു നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ഇത് 8 + 4 ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു, ഇത് -9 ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നു. അപ്പോൾ അവിടുന്ന് എ ബി ഈസ് ഈക്വൽ ടു 12 സ്ക്വയർ പ്ലസ് 9 സ്ക്വയർ എന്ന് വരുന്നു. അവിടെ 144 പ്ലസ് 81 എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ ഇത് കൂട്ടുന്ന സമയത്ത് 5 4 5 8 4 12 1 2 225 റൂട്ട് 225 എന്ന് പറയുന്നത് 15 ആണ്. അപ്പം എ ബിയുടെ ഡിസ്റ്റൻസ് 15 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റാണോ? ഇത് ഹോംവർക്ക് ചെയ്തോ. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ between A 4 minus 5 and B 4 5. ഓക്കെ, ഇങ്ങനെ നോക്കാം. അത് ഹോംവർക്ക് ആയിട്ട് ചെയ്യും.